ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചാണ്. പോളണ്ടിലെ പോസ്നാനിൽ 1399 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്നത്. പോസ്നാൻ നഗരത്തിൽ ക്രിസ്തീയ വിശ്വാസത്തെ നിന്ദിക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ ചേർന്ന് അവിടുത്തെ ഒരു പ്രദേശവാസിയായ യുവതിയെ പ്രലോഭിപ്പിച്ച് അവളുടെ സഹായത്തോടെ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ പള്ളിയിൽ നിന്ന് 3 തിരുവോസ്തികൾ മോഷ്ടിച്ചെടുത്തു. വലിയ സമ്മാനം കൊടുക്കാമെന്ന് പ്രലോഭിപ്പിച്ചാണ് ആ സ്ത്രീയെ കൊണ്ട് അവർ ഈ തിരുവോസ്തികൾ മോഷ്ടിപ്പിച്ചത്. തിരുവോസ്തി കൈക്കലാക്കിയ ശേഷം അവർ അവരുടെ വീട്ടിൽ ചെന്ന് ഒരു മേശയുടെ പുറത്ത് തിരുവോസ്തിയിട്ടു. തുടർന്ന് കത്തികൊണ്ട് തിരുവോസ്തി കുത്തിത്തുളയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ വളരെ വലിയ തോതിൽ തിരുവോസ്തിയിൽ നിന്ന് രക്തം പുറത്തേക്ക് തെറിച്ചു. ഇതിന് സമീപത്തായി അപകടത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരു ബാലിക ഇരുന്നിരുന്നു. തിരുരക്തം തെറിച്ചു വീണത് അവളുടെ കണ്ണുകളിലേക്കാണ്. തൽക്ഷണം അവൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി. ഇത് കണ്ട് ദൈവനിന്ദകർ വലിയ പരിഭ്രാന്തിയിലാകുകയും എങ്ങനെയെങ്കിലും ഈ തിരുവോസ്തികൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ വാർത്ത നദിയുടെ തീരത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് അവർ തിരുവോസ്തികൾ എറിഞ്ഞു കളഞ്ഞു. ആ ചതുപ്പ് നിലത്തിനരികിലൂടെ കടന്നുപോയ ഒരു ഇടയ ബാലൻ 3 തിരുവോസ്തികൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നതും അതിൽ നിന്ന് ശോഭയേറിയ പ്രകാശകിരണങ്ങൾ പ്രവഹിക്കുന്നതും കണ്ടു. വീട്ടിലെത്തിയ അവൻ താൻ കണ്ട കാര്യങ്ങൾ അവൻ്റെ പിതാവിനെയും അവിടുത്തെ പ്രാദേശിക അധികാരികളെയും അറിയിച്ചു. നഗരപിതാവ് പക്ഷേ ആ ബാലൻ്റെ വിവരണത്തെ തെറ്റിദ്ധരിക്കുകയും അവനെ ജയിലിലടയ്ക്കാൻ ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ അവൻ ജയിലിൽ നിന്നും ആരും അറിയാതെ രക്ഷപ്പെടുകയും നഗരപിതാവിൻ്റെ അടുത്ത് അവൻ കണ്ട കാര്യം യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവസാനം അത്ഭുതം നടന്ന സ്ഥലത്തെത്തി അദ്ദേഹം അത് വിശ്വസിച്ചു. ആ സമയത്ത് തന്നെ വലിയൊരു ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടി. അവർ തിരുവോസ്തി അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. വിവരമറിഞ്ഞ് ബിഷപ്പ് വോചെക് ജാസു സെഡ്രിബ് സ്ഥലത്തെത്തി. അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്ന തിരുവോസ്തികളെ അദ്ദേഹത്തിൻ്റെ കൈകളിലിരിക്കുന്ന പീലാസയിലേക്ക് ആനയിക്കുവാൻ കഴിഞ്ഞു. ഉടനെ തന്നെ അവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണമായി ആദരപൂർവം ആ അത്ഭുത തിരുവോസ്തികൾ സെന്റ് മേരി മഗ്ദലിൻ പള്ളിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. ആ അത്ഭുതം നടന്ന സ്ഥലത്ത് മരം കൊണ്ടുള്ള ചാപ്പൽ നിർമ്മിക്കുകയും ധാരാളം തീർത്ഥാടകർ അവിടെ സന്ദർശനം നടത്തുകയും ചെയ്തു. വ്ളാഡിസ് യാജിയല്ല എന്ന രാജാവ് ഈ അത്ഭുതത്തെക്കുറിച്ച് അറിയുകയും ദിവ്യകാരുണ്യ അത്ഭുതത്തെ വന്ദിക്കുവാനായി പോസ്നാനിൽ എത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ അടയാളമായി യേശുക്രിസ്തുവിൻ്റെ തിരുശരീരത്തിന് സമർപ്പിച്ചുകൊണ്ട് ആ അത്ഭുതം നടന്ന സ്ഥലത്ത് ഒരു ആരാധനാലയം പണിയുവാൻ ഉത്തരവിട്ടു. ഇപ്പോഴും ആ 3 തിരുവോസ്തികളും ആ തിരുവോസ്തികളെ അപമാനിക്കാൻ ശ്രമിച്ചവർ ഉപയോഗിച്ച തിരുരക്തം പുരണ്ട മേശയും ഈ ദേവാലയത്തിൽ ആരാധിച്ച് വണങ്ങപ്പെടുന്നു. ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ സ്മരണ പുതുക്കുവാനായി എല്ലാ വ്യാഴാഴ്ചയും ഇന്നും നിലനിൽക്കുന്ന അത്ഭുത തിരുവോസ്തികളും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടത്തിവരുന്നു. വിശുദ്ധ കുർബാന നമ്മുടെ രക്ഷകന്റെ മാംസവും രക്തവുമാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉയർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവുമാണ് വിശുദ്ധ കുർബാന. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവോസ്തി വെട്ടിമുറിക്കുമ്പോൾ വീണ തിരുരക്തത്താൽ അന്ധയായ ബാലികയ്ക്ക് കാഴ്ച നൽകിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങേ തിരുരക്തം ഞങ്ങളിലും വീഴട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവിധ ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും വേദനകളിൽ നിന്നും സൗഖ്യം നേടാൻ ഇടയാകട്ടെ. ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്ന എല്ലാ രോഗികളെയും കർത്താവെ, ഈ സമയം അവിടുന്ന് സ്പർശിക്കണമേ. അവിടുത്തെ തിരുരക്തമൊഴുക്കി അവരെ കഴുകി വിശുദ്ധീകരിക്കണമേ, സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.